മദീനത്ത് മക്കയിലും മദീനയിലും ഒക്കെ കൊടികുത്തുണ്ടോ, കൊടികുത്ത് നേർച്ചുണ്ടോ എന്ന് ചോദിച്ചപ്പോ മൂപ്പരെന്ന് പറഞ്ഞിരുന്നുവെന്ന് ഇത് രാഷ്ട്രത്തിന്റെ കൊടിയാ മൗലവി മിനയിൽ കുത്താത്തത്. മിനായിലെ കൊടികുത്ത് പേരോടിന്റെ ഏറ്റവും വലിയ സഫാഹത്തിന്റെ ഏത് കൊച്ചുകുട്ടികളും എന്നും ഓർമ്മയോടെ കൊണ്ടു നടക്കുന്ന രസികൻ ഫലിതമായിരുന്നു അത്. ഞാൻ വിചാരിച്ചു ഇയാൾ ഇന്ന് വിട്ടു. സാധു വിട്ടിട്ടില്ല കേട്ടോ, മൂപ്പര് വിട്ടിട്ടില്ല. ഇവരറിഞ്ഞ ഇനിയും പറയുന്ന അറിയണം, ഇനിയും പറയും കേട്ടോളൂ. മൂപ്പരുടെ ഇപ്പോഴത്തെ പരാമർശം നോക്കി അതിന് ന്യായീകരിക്കുക. ഞാൻ അന്ന് പറഞ്ഞത് എന്താ തകരാറുള്ളത്, ഇതാ കേട്ടോളി മൂപ്പര് ഇനി ന്യായീകരിക്കുക. മിനയിലാണല്ലോ എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടികുത്തു എന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്യും. ആ മിനയെ പോകാൻ വേണ്ടി പലരും ഹജ്ജ് നേർച്ചയാക്കാറുണ്ട്. കണ്ടില്ലേ, അങ്ങനെയാണ് അവിടുത്തെ കൊടികുത്ത് നേർച്ച. മിനയിൽ എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറുണ്ട്. ആ മിനയിലേക്ക് പോകാൻ ആൾക്കാർ നേർച്ചയാക്കാറുണ്ട്. അപ്പൊ പിന്നെ കൊടി കുത്ത് നേർച്ച, കൊടി കുത്തി നേർച്ച, അപ്പൊ കൊടി കുത്ത് നേർച്ച. എന്താ വ്യാഖ്യാനം, വല്ലാത്തൊരു തലേണ് കേട്ടോ. ശരീഅത്ത് പ്രിൻസിപ്പാളുടെ ഒരു ബുദ്ധിയെ, ഒരു യുക്തിയെ നോക്കണം നിങ്ങൾ. പിന്നെ അതന്നെ പറയും. ഞാൻ മനസ്സിലാക്കിയത് ഈ ചങ്ങാതി ഇതൊന്നൊക്കെ ഒഴിവായിട്ടുണ്ട്. അതിനി പറയുന്ന വിചാരിച്ച് ഇനി ആവർത്തിക്കും, ഞാൻ ഇനിയും പറയും എന്നുള്ള മട്ടില്ല. നിങ്ങൾ പറഞ്ഞോളി, നമുക്ക് യാതൊരു വിരോധമില്ല. ഇനി മൂപ്പര് പണ്ടത്തെ പരാമർശം ഒന്നുകൂടി കേട്ടോളി. പണ്ട് മൂപ്പര് എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്, അതിനിപ്പോ വേറൊരു നിലത്ത് പറഞ്ഞതാണ്. ഇപ്പൊ പറഞ്ഞൊന്ന് വേറൊരു നിലക്ക്, പണ്ട് പറഞ്ഞത് കൃത്യമായിട്ട് കേട്ടോളി. കൊടി കുത്തലുണ്ടോ? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി മിനായിലും അറഫയിലും കുത്തലില്ലേ? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? പിന്നെ എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? അതിപ്പോ വേറെ രൂപത്തിലൊന്ന് മാറ്റിയിട്ട് ഇപ്പൊ പറയാണ്.